ഇന്ന് ട്യൂസ്ഡേ ആണ്, ചെറിയ മഴയും ഉണ്ട്. അപ്പോൾ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിൽ ഇന്നത്തെ ദിവസം നമുക്ക് എത്ര രൂപ വേണ്ടിയാണ് നമുക്ക് നോക്കാം. മഴയായതുകൊണ്ട് റെയിൻകോട്ടൊക്കെ ഇട്ട് ഇറങ്ങി. അപ്പോൾ നമുക്ക് ഇനി പോളിൽ വെച്ച് കാണാം. 6:19 ഇപ്പോൾ ഇറങ്ങി ഇവിടെ. ഇപ്പോഴും മഴ പൊടിഞ്ഞിരിക്കുക തന്നെ. മഴയത്തും ആൾക്കാർക്ക് മെല്ലെ പോകാൻ വയ്യ. ആൾക്കാർ പോകുന്ന സ്പീഡ് കാണണം. ഇങ്ങനെയൊക്കെ തന്നെ ഓരോ ആക്സിഡന്റുകൾ സംഭവിക്കുന്നത്. ഷിഫ്റ്റ് നേരത്തെ തന്നെ വീട്ടിൽ വെച്ച് ബുക്ക് ചെയ്ത്, അതുകൊണ്ട് ഇനി ഓൺലൈൻ ആക്കാം. ഇതിപ്പോൾ ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. ടോപ്പിൽ ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ, ഗ്രീൻ കളറിൽ. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അടിക്കും ഓർഡർ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ ഭയങ്കര ഡിലേ ആവും. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. റീച്ചിട്ട് പിക്കപ്പ് ലൊക്കേഷൻ അടിക്കുക. അപ്പോൾ നമുക്ക് അടുത്തത് സ്കാനർ വരും. അപ്പോൾ മോണിറ്ററിൽ സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ 4 ഡിജിറ്റ് നമ്പർ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത റേറ്റും എത്ര കിലോമീറ്റർ എന്ന് കാണിക്കും. അതിനുശേഷം റാക്ക് കാണിക്കും. പിക്ക് ചെയ്യുമ്പോൾ കസ്റ്റമറിൻ്റെ അഡ്രസ്സ് കിട്ടും. ഫസ്റ്റ് തന്നെ മൾട്ടി ഓർഡറാണ് അടിച്ചത്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഡെലിവറി ചെയ്തിട്ടുണ്ട്. 47 രൂപയാണ് ഓർഡറിന് കിട്ടിയത്. ആദ്യത്തെ ഓർഡറിന് 7 രൂപ സർച്ചും, രണ്ടാമത്തെ ഓർഡറിന് 5 രൂപ സർച്ച്. വിൽ ഗോ ടു സ്റ്റോർ കൊടുക്കുക. എന്നിട്ട് ഓർഡറിൻ്റെ പണി തീർന്ന് ചല്ലിയിട്ടിട്ട് അങ്ങനെ അങ്ങ് പോയി. ഇത് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് റെഗുലർ ബാഗുണ്ട്, അത് തിരിച്ചു കൊണ്ട് പോടി കൊടുക്കണം. 1 മണിക്കൂറിൽ 6 ഓർഡർ 135 രൂപയാണ് കിട്ടിയത്. അപ്പോൾ ഫ്ലാറ്റിൽ കയറിയിട്ടാണ് ഇപ്പോൾ റീച്ച് പിടിച്ചത്. അപ്പോഴത്തേക്ക് ടീഷർട്ടിൻ്റെ ബാഗിൻ്റെ ഫേസിൻ്റെ ഫോട്ടോ അവിടെ വണ്ടിയുടെ അവിടെ പോയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ പ്രശ്നമുണ്ട്. ബൈക്കിൻ്റെ അവിടെ നിന്ന് തന്നെ ഫോട്ടോ എടുക്കുക, എന്നിട്ട് റീച്ച് അടിച്ച ശേഷം പോവുക. ഇല്ലെങ്കിൽ മേളിൽ പോയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. ഒരു റോഡിൻ്റെ കുഴിയാണ്, അതും ഗേറ്റിൻ്റെ തൊട്ടടുത്താണ് വരുന്നത്. അപ്പോൾ ആ വീട്ടുകാർക്കൊക്കെ ഇറങ്ങാൻ എന്ത് ബുദ്ധിമുട്ടായിരിക്കും. ആ കുഴിയുടെ ഏകദേശം അങ്ങ് അറ്റം വരെ കാണാം. അത് നേരിട്ട് കാണുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. 2 പലകയാണ് എന്നിട്ട് എടുത്തിട്ടിരിക്കുന്നത്. ഒരു സൈൻ ബോർഡ് എന്തെങ്കിലും വെക്കണതിന് വരും. ഒന്നാമത് ടേണിംഗ് ആണ്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി വരുമ്പോൾ ആരെങ്കിലും സൈഡ് ഒതുക്കുകയോ വല്ല ചെയ്ത് കഴിഞ്ഞാൽ, രാത്രി ഒതുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോയി ആ കുഴിയിൽ വീഴും. ശ്രദ്ധിക്കത്തില്ല പെട്ടെന്ന്. പുതിയ ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ വരുമ്പോൾ. എനിക്ക് തോന്നുന്നു എത്ര വർഷങ്ങളായെന്ന് തോന്നുന്നു. ഞാൻ കാണാൻ തുടങ്ങിയോട്ടെ ഈ വഴി ഇങ്ങനെ തന്നെയാണ്. അത് ആർക്കും നന്നാക്കാനൊന്നും വയ്യെന്ന് തോന്നുന്നു. ആരും പരാതിയും കൊടുക്കില്ല എന്ത് ഈ വഴിക്ക് വേണ്ടിയിട്ട്, ഇങ്ങനെ നന്നാക്കാൻ വേണ്ടിയിട്ട്. ആരെങ്കിലും വന്ന് ആ കുഴിയിൽ വന്ന് വീണ് അപകടപ്പെട്ടാലേ ഇത് റോഡൊക്കെ നന്നാക്കുള്ളൂ. എന്നാലേ ഇവരൊക്കെ ആക്ഷൻ എടുക്കുള്ളൂ. അതുവരെ ഇവർ ചുമ്മാ ഇരിക്കും. അതൊക്കെയാണ് പ്രശ്നങ്ങൾ. മെയിൻ റോഡിൽ നിന്ന് വലിയ ദൂരം പോലും ഇല്ല, എന്നിട്ടാണ് ഈ അവസ്ഥ. ഇപ്പം മിക്ക റോഡുകളും ഇങ്ങനെ ചല്ലിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ചല്ലി പോണ വരെ ഇങ്ങനെ ഇരിക്കും. ഷിഫ്റ്റിൻ്റെ പകുതിയായി, 4 അവറായി. അതിൽ 16 ഓർഡർ, 415 രൂപയാണ് ഏണിങ്സ്. ഇവിടെ ജനറേറ്റ് QR കോഡൊന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വിഗ്ഗിയിലോട്ടാണ് പേയ്മെൻറ്റ് പോകുന്നത്. അതായത് കസ്റ്റമറിന് വേണമെങ്കിൽ നമുക്ക് ജനറേറ്റ് കോഡ് കൊടുക്കാം. എന്നിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ സ്വിഗ്ഗിയിൽ ഡയറക്റ്റായിട്ട് പോകും. അങ്ങനെയാണെങ്കിൽ ആ കളക്ട് ക്യാഷ് മാറും. ഇപ്പം നമ്മളാണ് ക്യാഷ് കയ്യിൽ വാങ്ങിച്ചെങ്കിൽ ഇവിടെ കളക്ട് ക്യാഷ് കൊടുക്കുക. ഇതിപ്പോൾ 563 താഴെയും കൺഫേം ചെയ്യുക. ക്യാഷ് കളക്റ്റഡ്. ഡെലിവറി കംപ്ലീറ്റ് കൊടുക്കുക. അപ്പോൾ റിട്ടേൺ ടു സ്റ്റോർ 27 രൂപ നടന്ന് വന്നേ. ഐ വിൽ ഗോ ടു നൗ. മഴയായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പോഴാണെങ്കിൽ കൂടും വെയിലും. ഇപ്പോൾ ചൂടെടുത്തിട്ട് വയ്യ. രാവിലെ എന്ത് മഴയായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്. ഇപ്പോൾ മഴയില്ല, ഒന്നുമില്ല. മഴയാണെന്ന് അറിയ പോലും ഇല്ല. അടുത്ത ഫ്ലോട്ടിംഗ് ക്യാഷ് കിട്ടി. 155 രൂപയായിരുന്നു. 155 ബാഗ് തിരിച്ചു കൊടുക്കണമെന്ന്. 155 കസ്റ്റമർ 160 തന്നു. 5 രൂപ വേണ്ടെന്ന് പറഞ്ഞു. ചില കസ്റ്റമർ ആണെങ്കിൽ 1 രൂപയ്ക്കാണെങ്കിലും തിരിച്ചു നോക്കി. ചില്ലറ ഇല്ലാത്തതുകൊണ്ട് വേണ്ടെന്ന് പറയും. ചില കസ്റ്റമർ പാവമാണ്, ചില കസ്റ്റമറാണ് ഭയങ്കര ഇത്. ഈ ബാഗ് തിരിച്ച് പോടി കൊണ്ടുപോയി കൊടുത്ത് സ്കാൻ ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് 220 രൂപ ഫൈൻ അടിക്കും. അത് കണ്ടില്ല, ചുറ്റും പാടങ്ങളാണ്. ഇപ്പുറത്തും പാടം, അപ്പുറത്തും പാടം. നെൽകൃഷിയും കാണാൻ നല്ല രസമുണ്ട് ഇവിടെ. അതിൻ്റെ നടുക്കൂടി വഴി. അവിടെ നിന്ന് അറ്റം വരെയുണ്ട്. എവിടെയും അതുപോലെ. ഇവിടെ പക്ഷെ അത്ര ക്ലിയർ അല്ല, പക്ഷെ അവിടെ നല്ല ക്ലിയറാണ്. ഇവിടെ താഴേക്ക് നെല്ല് നട്ടിട്ടുണ്ട്. ഇതുവരെ വന്നതിന് 29 രൂപയാണ് കിട്ടും. 1 കിലോമീറ്ററൊക്കെ കാണിക്കുന്നു. 3 കിലോമീറ്റർ ഒന്നല്ല, കൂടുതലുണ്ട്. പക്ഷെ അവർ കാണിക്കുന്ന കിലോമീറ്ററും നമുക്ക് കിട്ടുന്നത് അതായിരിക്കില്ല. ഇതേ സ്ഥലത്ത് ഞാൻ പിന്നെയും വന്നു കഴിഞ്ഞാൽ അവർ വേറെ കിലോമീറ്റർ ആയിരിക്കും കാണിക്കുന്നത്. റെസിഡൻസ് നമ്പർ ഉണ്ട്, എന്നിട്ട് അത് വെക്കാതെ റോഡിൻ്റെ പേര് മാത്രം വെച്ചിരിക്കും. 5 മണിക്കൂർ 33 മിനിറ്റിന് 20 ഓർഡർ, 10 ഓർഡർ വേണം. നല്ല രസമുണ്ട്. റിനോവേഷൻ ചെയ്തെന്ന് തോന്നുന്നു. ഇവിടുത്തെ പള്ളിയും പുതുക്കിയിരിക്കണം. ഇതും കൊള്ളാം. പെയിൻ്റൊക്കെ അടിച്ച് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നു. ഇതൊക്കെ കിട്ടുന്നവർ ഇരുന്ന്. ഡെലിവറി ജോബിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വ്യത്യസ്തമായ സ്ഥലങ്ങൾ കാണാം. ഒരിടത്ത് പോകുമ്പോൾ നമ്മൾ എല്ലാ ഊടുവഴികളും പഠിക്കും. ബ്ലോക്കാണെങ്കിൽ വേറെ ഏത് വഴി പോകണമെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. മറ്റേ നമ്മൾ മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ ബ്ലോക്കായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ അറിയാൻ പറ്റും. 587 രൂപ കൊടുക്കാൻ കിടക്കണം.
ലിമിറ്റ് 1279 രൂപ. നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഡെപ്പോസിറ്റ് നവൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേ ചെയ്യാം. കൂടുതലാണെങ്കിൽ ചിലപ്പോൾ ക്യാഷ് അടച്ചാൽ ചില സമയത്ത് മോർണിംഗ് വരുമ്പോൾ തന്നെ ക്യാഷ് അടയ്ക്കേണ്ടി വരും. എന്നാലേ നിങ്ങൾക്ക് ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ പ്രശ്നമുണ്ട്. അത് കണ്ടില്ലേ. പിന്നെ ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് അടയ്ക്കാം ബാങ്കുകളിൽ. ലോങ് ആക്ഷൻ അതിൻ്റെ തൊട്ട് തന്നെ കിടപ്പം കണ്ടില്ലേ. അത് 100 രൂപ പിടിച്ചിരിക്കുകയാണ് ഡിഡക്റ്റഡ് എന്ന് പറഞ്ഞിട്ട്. ഡിലേ ആയെന്ന് പറഞ്ഞിട്ട്. ഡിലേ ഒന്നും ആയില്ല, കൃത്യസമയത്ത് തന്നെ ഡെലിവറി ചെയ്തത്. എന്നിട്ട് പോലും 100 രൂപ പിടിച്ചിരിക്കണം. അതിൻ്റെ റീസൺ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ എഴുതും. ഇതിപ്പോൾ 100 രൂപ പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ പിടിക്കൂല. എത്ര എണ്ണം റോങ് ആക്ഷൻ ഉണ്ട്, എന്താണ് കാരണം എന്ന് ഇതേപോലെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഐസ്ക്രീം ബാഗ് കൊടുത്തില്ലെങ്കിൽ 220 രൂപ. ഇതാണ് ഐസ്ക്രീം ബാഗ്. ഇതിലാണ് ഐസ്ക്രീമും പാലും ഇതൊക്കെ ഉണ്ടെങ്കിൽ കയറുന്നത്. ഇടയ്ക്ക് സെറ്റിങ്സ് എടുത്തിട്ട് ഒരു ഡിവൈസ് ഹെൽത്ത് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ് ഇത് കൊടുക്കുക. ഇതെല്ലാം പച്ച കളറായാൽ മാത്രമേ, ഇല്ലെങ്കിൽ ലൊക്കേഷൻ കട്ടായി കിടക്കും. ചില സമയത്ത് നമ്മൾ അറിയത്തില്ല, ഓർഡറും അടിക്കത്തില്ല, ഒന്നും അടിക്കത്തില്ല. അപ്പോൾ ലൊക്കേഷൻ ഓക്കെ ആണോ നോക്കണം. രാവിലെ അതേപോലെ പറ്റി, എന്നിട്ട് ക്ലിയർ ചെയ്ത ശേഷമാണ് ലൊക്കേഷൻ കറക്റ്റായിട്ട് വന്നു. എന്നിട്ടേ ഓർഡർ എന്നിട്ട് ഇവിടെ റീലോഡ് കോൺഫിഗറേഷൻ കൊടുത്താൽ അപ്പോൾ റീഫ്രഷ് ആയിട്ട് വരും. ഓപ്പൺ ഡെലിവറി ആണെങ്കിൽ 3 ഫോട്ടോ എടുക്കണം, അകത്തും പുറത്തും. പിന്നെ കവറിൻ്റെയും പിന്നെ 2 കോഡ് വരും. എന്നിട്ട് ഇതിനൊരു കോഡ് വരും, അതിനൊരു കോഡ് വരും. 2 കോഡ് അടിച്ചിട്ട് ടാസ്ക് കംപ്ലീറ്റ് കൊടുക്കും. നല്ല ഡെലിവറി കംപ്ലീറ്റ് ആവും. Please return the reusable bag. ചില കസ്റ്റമർ നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് പോകാൻ പറയും. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് വീഡിയോ ഫോട്ടോ എടുത്ത് വെക്കണം ഒരു തെളിവിന് വേണ്ടിയിട്ട്. ഒരു റെഗുലർ ബാഗും ഒരു ഐസ്ക്രീം ബാഗും. അപ്പോൾ ഈ 2 ബാഗ് ഇങ്ങനെ കാണിക്കും. അപ്പോൾ നമ്മളെ ഷിഫ്റ്റ് പൂർത്തിയായി 8 മണിക്കൂർ 9 മിനിറ്റായി. 28 ഓർഡർ 721 രൂപയാണ് കിട്ടിയത്. പക്ഷെ 30 അടിച്ച 1250 കിട്ടും. അപ്പോൾ ഇനി 2 ഓർഡറും കൂടി വേണം. ചില കസ്റ്റമറിൻ്റെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും, ബെല്ലടിക്കില്ല, ഷൂ റാക്കിൽ തന്നെ വെച്ചിട്ട് പോകാൻ. അപ്പോൾ നമ്മൾ ഐറ്റം വയ്ക്കുക, വീഡിയോ ഫോട്ടോ എടുക്കുക. ലാസ്റ്റ് ഒരു ഓർഡറും കൂടി വേണം. ഇതാണ് റോഡിൻ്റെ ഒക്കെ അവസ്ഥകൾ. താഴെ കൂടെ പോയാലും കട്ടറാണ്, മേളിൽ കൂടെ വന്നാലും കട്ടറാണ്. കണ്ടില്ല, റോഡില്ല, ഒരു വരമ്പ് പോലെയാണ് റോഡ് കിടക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് 25 രൂപയ്ക്കാണ് നമുക്ക് ഇവിടെ നിന്ന് ആ ഫ്ലാറ്റിൽ പോകാൻ കിട്ടുന്ന പൈസ. ഈ സൈഡ് ഫുള്ള് കാട്. എൻ്റെ എന്നുവെച്ച് വണ്ടി ഓട്ടിക്കാനല്ലേ ഭയങ്കര ബുദ്ധിമുട്ട്. അതങ്ങനെ ഇട്ടിട്ടങ്ങ് പോകും. അതാണ് പ്രശ്നം. വലിയ വീടുകളാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഫ്ലാറ്റിലാണ് ഓർഡർ കൊടുക്കാൻ പോയത്, ഈ പൊട്ടിപ്പൊളിഞ്ഞ വഴി കൂടെ. നമ്മൾ 30 ഓർഡറായി, ഇനി ഓഫ്ലൈൻ ആകുമ്പോൾ 8 മണിക്കൂർ 58 മിനിറ്റിൽ 30 ഓർഡർ 771 രൂപ. നമ്മൾ 6:51 തുടങ്ങി 3:50 നിർത്തി. 8 മണിക്കൂർ 58 മിനിറ്റ്. ഇന്ന് നമ്മുടെ ഇൻസ്റ്റമാർട്ടിൻ്റെ ഷിഫ്റ്റ് തീരുന്നത് ഏകദേശം 9 മണിക്കൂർ എടുത്തു. 30 ഓർഡർ എടുക്കാൻ തന്നെ 9 മണിക്കൂർ എടുത്തു. അതായത് ഏണിങ്സ് എന്ന് പറഞ്ഞാൽ 771 രൂപ. 30 രൂപ ടിപ്പ് വരുന്നുണ്ട്. പിന്നെ പ്ലസ് 300 രൂപ ഇൻസെൻറ്റീവ്. അങ്ങനെ 1071 രൂപയാണ് ഇന്നത്തെ ഏണിങ്സ്. പക്ഷേ നമ്മൾ 30 ഓർഡർ എടുത്തുകൊണ്ട് 1250 രൂപ കിട്ടും. അപ്പോൾ ഏകദേശം നമുക്ക് 179 രൂപ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അങ്ങനെ 1280 രൂപയാണ് നമ്മളെ ഇന്നത്തെ ഏണിങ്സ് 9 മണിക്കൂർ വർക്ക് ചെയ്തപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ, നമുക്ക് അടുത്ത വീഡിയോ കാണാം.